വിഭൂതി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പഴയ വഴികളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യമുണ്ട്. വിശുദ്ധൻ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വിശുദ്ധനെ കുറിച്ച് പുകഴ്ത്തി പറയും. ഈ പുകഴ്ത്തി പറയുമ്പോൾ ആ വിശുദ്ധൻ അപ്പം തന്നെ ചെയ്യുന്നൊരു കാര്യം, മണ്ണോ അല്ലെങ്കിൽ ചാരം എടുത്ത് തലയിലിടും. ഇങ്ങനെ കുറെ തവണ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു വലിയൊരു എന്തോ തോന്നി. ആ തോന്നൽ വന്നപ്പോൾ ശിഷ്യന്മാർ ആരുമില്ലാത്തപ്പോൾ ഈ ഫ്രാൻസിസോട് ചോദിക്കും, ഇത് എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞാൻ എന്നെ തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് വിഭൂതി തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് തന്നെയാണ്. നീ നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ കാര്യങ്ങളെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടോ? പണവും സമ്പാദ്യങ്ങളും അതുപോലെ തന്നെ സുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നീ നടക്കുന്ന വഴി മറന്നു പോയിട്ടുണ്ടോ എന്ന് നീ ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടം. ഞാൻ എന്നെ തന്നെ ഓർക്കുന്ന ദിവസങ്ങളാണ്. അതുപോലെ ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ്. അത് നമ്മൾക്ക് ബോധ്യമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം കടന്നു വന്ന് ദൈവം ആദ്യത്തെ വിളിക്കുന്നുണ്ട്, ആദ്യത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? നീ എവിടെയാണ്? ആ ചോദ്യമാണ് ഇന്ന ദിവസം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചെവികളിൽ മുഴുകി കിടക്കുന്നത്. നീ എവിടെയാണ്? ആദം, നീ എവിടെയാണ്? ആദത്തിന് പകരം നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ വെക്കുക. ദൈവം നമ്മളോട് ചോദിക്കുക, നീ എവിടെയാണ്? ഏത് വഴിയിലാണ്? എൻ്റെ സ്നേഹം, ഞാൻ നിനക്ക് നൽകിയ സ്നേഹത്തിൽ നകന്ന് ഇപ്പോൾ നീ എവിടെ നിൽക്കുന്നു? നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള അകൽച്ച എന്തോരമുണ്ട്. നമുക്ക് ചിന്തിക്കാം. ദൈവം വേദനയോടുകൂടിയായിരിക്കും നമ്മളോട് ചോദിക്കുക, ആദം, നീ എവിടെയാണ്? ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ നിൽക്കട്ടെ. അതുകൊണ്ട് ഈ ദിവസം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെ ദിവസങ്ങളായിട്ട് മാറാം. ഞാൻ എന്നെ തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി കുറേയേറെ പരിത്യാഗ പ്രവൃത്തികളിലേക്കും കുറേയേറെ ഉപവാസ പ്രവൃത്തികളിലേക്കും ദൈവവചന വായനകളിലേക്കും അതുപോലെ ദാനധർമ്മങ്ങളിലേക്കും ഞാൻ കടന്നു വരണം. അങ്ങനെ ഈ ദിവസം അനുതാപത്തിൻ്റെയും കൃപയുടെയും ദിവസങ്ങളായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കാം.